തൃശൂർ പടിയൂരിൽ അമ്മയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനി സ്വദേശികളായ മണി, മകൾ രേഖ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ പറയൂ. ാണ് ഈ സംഭവം. വാടക വീട്ടിലായിരുന്നു ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാർളം വെള്ളാനി സ്വദേശിയായിട്ടുള്ള കൈതവളത്തിൽ മരണപ്പെട്ടു പോയ പരമേശ്വരന്റെ ഭാര്യ മണി, 74 മണിയുടെ പ്രായം. അതുപോലെ തന്നെ മകൾ രേഖ, 43 വയസ്സുള്ള രേഖ എന്നിവരാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ വീട്ടിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വമിച്ചു. അസഹ്യമായ ദുർഗന്ധമായതോടെ നാട്ടുകാർ ഈ മണിയുടെ തന്നെ മറ്റൊരു മകളെ വിവരമറിയിച്ചു. ഇവർ വീട്ടിലേക്ക് എത്തി വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഇരുവരെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അമ്മയും മകളും വീടിന്റെ ഹാളിലും അതുപോലെ തന്നെ സമീപത്തെ മുറിയിലുമായിട്ടാണ് മരിച്ചു കിടക്കുന്നത്. മരിച്ചിട്ട് ദിവസങ്ങളായതായാണ് പറയുന്നത്. ദിവസങ്ങളുടെ പഴക്കമുണ്ട്. അത്തരത്തിലുള്ള ദുർഗന്ധമാണ് പുറത്തേക്ക് വമിച്ചിരുന്നത്. വീട്ടിനുള്ളിലെ സാധനങ്ങൾ, വീട്ടു സാധനങ്ങളെല്ലാം അലങ്കോലമായ നിലയിലായിരുന്നു കിടപ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ മരണപ്പെട്ട മകൾ രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം സ്വദേശി ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിലുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ സംഭവത്തിന് ശേഷം ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. എന്തായാലും ഇതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ കോട്ടയം സ്വദേശിയായിട്ടുള്ള രണ്ടാമത്തെ ഭർത്താവിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ ഈ മരണപ്പെട്ട മകൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നതായി ഈ വീട്ടിലെത്തിയ സഹോദരി അയൽപ്പക്കക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതും ആ പരാതി നൽകിയതും ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തതുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊരു കൊലപാതകമാണെന്നുള്ള സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ആരംഭിച്ചത്. എന്നാലും കാട്ടൂർ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി. തൃശൂർ പടിയൂരിലാണ് അമ്മയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണ് എന്നുള്ള ചില നിഗമനങ്ങളും കൂടിയുണ്ട്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. നിലവിൽ കേന്ദ്ര